കേസരി ഉണ്ടാക്കാൻ എന്തിനാണ് ചെമ്പരത്തിപ്പൂ കുത്തി വെച്ചെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അവള് ചെത്തിപ്പൂവിൻ്റെ മേളിൽ ചെമ്പരത്തിപ്പൂ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തിനാണ് ചെമ്പരത്തിപ്പൂ എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു കേസരി ഉണ്ടാക്കാനാണ്. കളറിന് പകരം ചെമ്പരത്തിപ്പൂ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കളറാവുമെന്ന് ചോദിച്ചപ്പോൾ ആവുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കിക്കളയാം. നമ്മൾ ആദ്യം റവക്ക് വേണ്ട വെള്ളം എടുക്കുക. ഒരു കപ്പ് റവക്ക് 3.5 കപ്പ് വെള്ളം കണക്കിലാണ് വേണ്ടത് കേട്ടോ. നമ്മൾ 2 കപ്പ് റവയാണ് എടുത്തത്, അപ്പോൾ ഏകദേശം 7 കപ്പ് വെള്ളം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചെമ്പരത്തിയിട്ട് തിളപ്പിച്ച് ഈ തിളച്ച് വരുന്ന വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് വേണ്ട റവ അതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇവള് പറഞ്ഞത് വറുത്ത റവയാണ് കേസരി ഉണ്ടാക്കാൻ വേണ്ടതെന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വറുത്ത റവയാണ് എടുത്തേക്കണത്. നമ്മൾ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്ത് ചട്ടിയിൽ നിന്നാണ് പക്ഷേ സ്മെല്ല് വരുന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ രാത്രിയിലത്തേക്കുള്ള ചൂര തിളക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റവയൊക്കെ സെറ്റായി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണതാണ്. അതിനുശേഷം ചട്ടിയിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ബദാമും ചേർക്കണം. കശുവണ്ടി ഇല്ലാത്തതുകൊണ്ട് ബദാമും മുന്തിരിയും മാത്രമേ ഇട്ടുള്ളൂ. അത് കറക്റ്റ് പാകത്തിന് വറുത്ത് കോരി മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ഊറ്റി വെച്ച ചെമ്പരത്തി വെള്ളമില്ലേ, അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് 3 കഷ്ണം ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, വെള്ളത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നന്നായി തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച റവ ചേർത്ത് കൊടുക്കണേന്. റവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പ്രധാനമായിട്ടും അത് കട്ട ഊത്തി പോകാൻ നോക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം റവയിലെ വെള്ളമെല്ലാം വറ്റി സെറ്റാകുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കപ്പ് റവക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് ശരിക്കും. പക്ഷേ ഞങ്ങൾ 1 കപ്പ് റവക്ക് 3/4 പഞ്ചസാര എടുത്തിട്ടുള്ളൂ. കാരണം വലിയ രീതിയിൽ പഞ്ചസാര കഴിക്കുന്നവരല്ല ഇവിടെ ആരും. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒരു വെള്ളം പോലെ ആയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നന്നായിട്ട് ഇളക്കി ചേർത്ത് പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ബദാമും മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണേന്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത്, അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കളറ് ഒരു ലൈറ്റ് പിങ്കാണ് നമുക്ക് കിട്ടിയത്. കുറച്ചുകൂടി ചെമ്പരത്തി ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി കിട്ടിയേനെ. ഇതാണ് ചെമ്പരത്തി കേസരി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.